സോൾസ്, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പിക്സി ടെറർ 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്. ബിഫോർ മാരേജ് ആണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് മാരീഡ് കപ്പിൾസ്, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് സഹിക്കുന്ന മാരീഡ് കപ്പിൾസിന് വേണ്ടിയിട്ടാണ്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് പാർട്ട്നേഴ്സ് അവർ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, റെസ്പോൺസിബിലിറ്റി ആയാലും അവരുടെ ഹാപ്പിനെസ് ആയാലും എല്ലാ ഇമോഷൻസും കമ്മിറ്റ്മെന്റ്സും എല്ലാം അത് ഈക്വലി ഷെയർ ചെയ്യുമ്പോഴാണ് അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതെ വരുമ്പോൾ, അതായത് ഒരു പാർട്ണർ എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒരു പാർട്ണർ ഇതെല്ലാം ഇഗ്നോർ ചെയ്ത് അവരുടേതായ വേൾഡ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അവിടെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇവിടെ മെയിൻ ഞാൻ മാരേജ് കപ്പിൾസിന് എടുത്തു പറയാനുള്ള കാരണം, ബാക്കി റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ഇത് വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് നമുക്ക് വരാം. പക്ഷെ ഈ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺസ്, മോസ്റ്റ്ലി എന്ന് പറയുന്നത് ലവ് മാരേജ് ചെയ്യുന്ന ആൾക്കാർക്ക്, ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മേ ബി ഒന്ന് പാരന്റ്സ് ആണ്, ഇപ്പൊ പാരന്റ്സിന്റെ അടുത്തെല്ലാം സംസാരിച്ചിട്ടായിരിക്കും അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതുവരെയുള്ള ആളായിരിക്കില്ല മാരേജിന് ശേഷം അവർ കാണുന്നത്. ഇതിപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ഇതിൽ അനുഭവിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കുട്ടികളുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ഇവർക്ക് ഇനി മുന്നോട്ട് എന്താ ചെയ്യണ്ടേ എന്നറിയാണ്ട് ഇവര് ആ പാർട്ണർ ഇന്ന് ശരിയാവും അല്ലെങ്കിൽ നാളെ ശരിയാവും എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുമ്പോൾ മിക്കതും അവർ തിരിച്ചറിഞ്ഞിനി പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഒരു 10-20 വർഷം ആയിട്ടുണ്ടാവും. ഓക്കെ, കാരണം അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങളോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോപ്പർ സ്പേസ് നിങ്ങളുടെ പാർട്ട്ണർ തരുന്നില്ല. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇമോഷണലി ആള് ക്യാപ്പബിൾ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നോ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ അയാള് ഉൾക്കൊള്ളുന്നില്ല. അതായത് നിങ്ങൾക്കുള്ള സ്പേസ് അയാളുടെ ഉള്ളിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്കത് സൊല്യൂഷൻ എന്ന രീതിയിൽ, അതായത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിക്ക് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ വലിയൊരു ടൂളാണ് കേട്ടോ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് പാർട്ട്നറോട് പറയാം, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമായിട്ട് പറയാം. അതേപോലെ 1-2 തവണ നിങ്ങൾ വാർണിംഗ് കൊടുക്കാം. അതേപോലെ 1-2 തവണ നിങ്ങൾക്ക് ചാൻസസും കൊടുക്കാം. എന്നിട്ടും അവർ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കുള്ള പാർട്ട്ണർ അല്ല, നിങ്ങളുടെ ഈക്വൽ പാർട്ട്ണർ അല്ല അപ്പുറത്ത് നിൽക്കുന്നത് എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വലിയൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ചങ്കറപ്പോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നതാണ്. കാരണം നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. ഓക്കെ, നമ്മളെല്ലാവരും ഒരു ഇൻഡിവിജ്വൽസ് ആണ്. നമ്മൾ മാരേജ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരുടെയും അടിമയോ അല്ലെങ്കിൽ ഒരു ബന്ധനത്തിലോ നമ്മൾ പെടരുത്. അങ്ങനെ ലൈഫ് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മുടേതായിട്ടുള്ള സോളിനെ സ്പിരിച്വൽ രൂപത്തിലോട്ട് നയിച്ച് നല്ലൊരു ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കാനാണ് നമ്മളെല്ലാവരും വരുന്നത്. ഓക്കെ, അല്ലാതെ പാർട്ണർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് എരിഞ്ഞു തീർക്കുക അല്ലെങ്കിൽ പാരന്റ്സിന് വേണ്ടി നമ്മുടെ ലൈഫ് ഇല്ലാതാക്കുക, അതല്ല. നമ്മൾ എന്താ പറയാ, ഒരു സമയം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് എല്ലാവർക്കും ലൈഫ് പർപ്പസ് ഉണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ബന്ധനങ്ങളായിട്ട് തീരുന്നത്, അപ്പം നിങ്ങൾ ചങ്കറപ്പോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിപ്പോ എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാണ് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെയും പേടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭയന്നോ അങ്ങനത്തെ ഒരു ലൈഫ് കൊണ്ടുപോകാതിരിക്കുക. നിങ്ങളുടെ കൂടെ ദൈവം എന്നൊരു ശക്തി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. സോ ഡിസിഷൻ എടുക്കുക. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.